നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു പുണ്യ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ചില പക്ഷികൾ, മൃഗങ്ങൾ, ശലഭങ്ങൾ എന്നിവ ലക്ഷണശാസ്ത്ര പ്രകാരം ചില സൂചനകൾ നൽകുന്നവയാണെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതുപോലുള്ള ചില അത്ഭുതകരമായിട്ടുള്ള സൂചനകളെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സന്ധ്യാസമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഊർജമുള്ള സമയമാണ്. പകൽ അവസാനിച്ച് രാത്രി ആരംഭിക്കുന്ന ആ നിമിഷങ്ങളിൽ പ്രകൃതിയിലാകെ ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ ജീവജാലങ്ങൾക്കും ചില പ്രത്യേക സൂചനകൾ ഉണ്ടെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നുണ്ട്. പലരും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പൂർവികർ പ്രകൃതിയെ നിരീക്ഷിച്ച് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടെത്തിയ ചില അനുഭവങ്ങളാണ് ഇന്നും പലരും വിശ്വസിച്ച് പിന്തുടരുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ചിത്രശലഭങ്ങളെ കുറിച്ചാണ്. കാരണം ശലഭങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ജീവികളാണെങ്കിലും അവയുടെ വരവ് പലപ്പോഴും ചില സന്ദേശങ്ങൾ നൽകുന്നവയാണ്. ചില വീടുകളിൽ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്ന ആ ഒരു സമയത്ത് നിറമുള്ള ശലഭങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരാറുണ്ട്. ചിലപ്പോൾ വിളക്കിനോട് ചുറ്റി പറക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനെ വളരെ ശുഭകരമായിട്ടുള്ള ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. വീട്ടില് സന്തോഷ വാർത്തകൾ വരാനിരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് മഞ്ഞ നിറമോ വെളുത്ത നിറമോ ഉള്ള ശലഭങ്ങൾ വീട്ടിൽ വരുന്നത് ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ലക്ഷണമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വീട്ടില് പോസിറ്റീവ് എനർജി വർദ്ധിക്കുമെന്നും കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിഷമങ്ങൾ കുറയാനിടയുണ്ടെന്നും പഴമക്കാർ പറയാറുണ്ട്. ചിലർ പറയുന്നത് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാനിരിക്കുന്നതിന്റെ സൂചന കൂടിയാണിതെന്നാണ്. അതേസമയം ചില സാഹചര്യങ്ങളിൽ ശലഭങ്ങളുടെ വരവ് ഒരു മുന്നറിയിപ്പായിട്ടും കണക്കാക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇരുണ്ട നിറമുള്ള ശലഭങ്ങൾ തുടർച്ചയായിട്ട് വീട്ടിൽ വന്ന് അസാധാരണമായിട്ട് പെരുമാറുന്നുവെങ്കിൽ അത് വീട്ടിലുള്ളവർ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം എന്നൊരു സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളല്ല. പ്രകൃതിയുടെ ചില സൂചനകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പലർക്കും ഒരു അനുഭവം ഉണ്ടാകും. മനസ്സ് വളരെ വിഷമത്തിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മനോഹരമായിട്ടുള്ള ശലഭം മുന്നിൽ വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള നിമിഷങ്ങൾ പലർക്കും മനസ്സിൽ ഒരു പ്രത്യേക സമാധാനം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശലഭങ്ങളെ ആത്മീയമായ ഒരു സന്ദേശവാഹകരായി കാണുന്നവരും ഏറെയാണ്. അതുപോലെ ചില പക്ഷികളുടെ വരവും സന്ധ്യാസമയങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതായിട്ട് കരുതപ്പെടുന്നു. ചില പക്ഷികൾ വീട്ടുമുറ്റത്ത് വന്ന് ശബ്ദമിടുന്നത്, വീടിനകത്ത് നോക്കിയിരിക്കുന്നത് തുടങ്ങിയവയെല്ലാം പലരും ചില സൂചനകളായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകാറുണ്ടെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് വീടിനോട് ചേർന്ന് പക്ഷികൾ കൂട്ടമായിട്ട് ചിറകടി ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ആ വീട്ടിൽ ഈശ്വര സാന്നിധ്യവും ദൈവാനുഗ്രഹവും നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണെന്ന് പഴമക്കാർ ഇതിനെ വിശ്വസിച്ചിരുന്നു. അതുപോലെ ചിത്രശലഭങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും വെറുതെ അല്ലെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. ഏത് നിറത്തിലുള്ള ചിത്രശലഭമാണ് വരുന്നത്, ഏത് സമയത്താണ് കാണുന്നത്, ഏത് ദിക്കിലാണ് കാണുന്നത് എന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൂചനകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരും വീടിനകത്തോ അല്ലെങ്കിൽ വീടിന് ചുറ്റിപ്പറ്റിയോ ഒക്കെ കറുത്ത ചിത്രശലഭങ്ങളെ കാണാറുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് കറുത്ത ചിത്രശലഭം കാണുകയാണെങ്കിൽ അതിനെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പിതൃപ്രീതി കുറവാണെന്നോ പിതൃക്കൾക്കായിട്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നോ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് ഇത്. ഇത് ഭയപ്പെടേണ്ട കാര്യമല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട ചില ആത്മീയ കടമകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചനയായി കാണുന്നതാണ് നല്ലത്. നമ്മെ വളർത്തി ജീവിതം സമർപ്പിച്ചു പോയ പിതാക്കൾക്കും പൂർവികർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുക എന്നത് പല ആചാരങ്ങളിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ലക്ഷണം കണ്ടാൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മീനിന് ആഹാരം നൽകുകയും
പിതൃപ്രീതി ലഭിക്കാൻ വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം പല പുരാണങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം പിതൃക്കൾക്കും അനുഗ്രഹമായി എത്തും എന്ന്. ഒരുപക്ഷെ ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരായിരിക്കാം അവർ. അതുകൊണ്ട് അവരെ സ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു ആത്മീയ ഉത്തരവാദിത്വമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം വെള്ള ചിത്രശലഭങ്ങളെ കാണുന്നത് വളരെ ശുഭകരമായ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. ഏത് സമയത്തായാലും വെള്ള നിറത്തിലുള്ള ചിത്രശലഭം വീട്ടിൽ കാണുകയാണെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുക, കടബാധ്യതകൾ കുറഞ്ഞു വരിക, മനസമാധാനം ലഭിക്കുക, ഭാഗ്യം വർദ്ധിക്കുക തുടങ്ങിയ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരാനിരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് വീടിന്റെ വടക്കു ഭാഗത്തെ ചിത്രശലഭങ്ങളെ കാണുകയാണെങ്കിൽ അതിനെ വളരെ ശുഭകരമായ ലക്ഷണമായിട്ട് കണക്കാക്കുന്നു. കറുത്ത നിറം ഒഴികെയുള്ള ഏതെങ്കിലും ചിത്രശലഭം വടക്കു ഭാഗത്ത് കാണുകയാണെങ്കിൽ സന്തോഷ വാർത്തകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, കുടുംബ സൗഖ്യം, ഈശ്വരാനുഗ്രഹം എന്നിവ വർദ്ധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് സന്ധ്യാസമയത്ത് ചിത്രശലഭങ്ങളെ കാണുകയാണെങ്കിൽ ചില തടസ്സങ്ങളോ വിഷമങ്ങളോ വരാനിടയുണ്ടെന്നൊരു സൂചനയായി കണക്കാക്കാറുണ്ട്. ജോലി തടസ്സങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മനസമാധാനക്കുറവ് തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലായി ഇതിനെ കാണുന്നതാണ് നല്ലത്. അതുപോലെ തെക്കുഭാഗത്ത് ചിത്രശലഭങ്ങളെ കാണുന്നത് ചിലപ്പോൾ ശത്രുദോഷത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ പലവിധ തടസ്സങ്ങൾ ആവർത്തിച്ചു വരുന്നത്, ഉയരാൻ പോകുമ്പോൾ വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥകൾ, ഇവയെ ചിലർ ശത്രുദോഷവുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നാണ് ഇത്തരം വിശ്വാസങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, കറുത്ത ചിത്രശലഭങ്ങളെ ഒഴികെ മറ്റേതെങ്കിലും നിറത്തിലുള്ള ചിത്രശലഭങ്ങളെ കാണുന്നത് പൊതുവെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കും സന്താനങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുക, വിദ്യാഭ്യാസത്തിലും ജോലിയിലും നല്ല മുന്നേറ്റമുണ്ടാവുക, കുടുംബത്തിൽ സന്തോഷം നിറയുക തുടങ്ങിയ കാര്യങ്ങളുടെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. പ്രകൃതിയിലെ ഓരോ ജീവനും ചില സന്ദേശങ്ങൾ നൽകുന്നവരാണെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഭയത്തോടെയല്ല, മറിച്ച് ആത്മീയമായ ഒരു ഓർമ്മപ്പെടുത്തലായും ജീവിതത്തെ കൂടുതൽ നന്നാക്കാനുള്ള പ്രചോദനമായും കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ ജീവജാലങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് ഓരോ സന്ദേശമാണ്. അതിനെ കൃത്യമായി മനസ്സിലാക്കി എന്തെങ്കിലും ദോഷമാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു സൂചനയെ നിങ്ങൾ ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള സൂചനകൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ, അല്ലെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും അത് കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ നേരിടുന്ന വിഷമതകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇല്ലാതാക്കാനായിട്ട് അതുവഴി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ചിത്രശലഭത്തെ ഒരു കാരണവശാലും പിടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ഉപദ്രവിക്കാനായിട്ടോ പാടുള്ളതല്ല. അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കാനും തടസ്സങ്ങൾ നേരിടാനുമുള്ള ഒരു സാധ്യതയ്ക്ക് വഴിവെക്കുന്ന കാര്യമാണത്, അല്ലെങ്കിൽ ഒരു തെറ്റാണത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചിത്രശലഭം വന്നു കയറുകയാണെങ്കിൽ അതിനെ തിരിച്ചു പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.